പറഞ്ഞ പോലെ പക്ഷേ ദാനം നൽകിയത് കള്ളനായിരുന്നു. ഇതറിഞ്ഞ ജനം പറഞ്ഞു, അയാൾ കള്ളനായിട്ട് ദാനം നൽകുന്നു. കള്ളനാരെങ്കിലും ദാനം നൽകുന്നു. കള്ളന് ദാനം നൽകിയിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? അത് കേട്ടപ്പോൾ അയാൾ പ്രതികരിച്ചു, അല്ലാഹുവേ, നിനക്ക് സർവസ്തുതി, ഞാൻ ഇനിയും ദാനം നൽകും. അയാൾ വീണ്ടും ദാനം നൽകി. അത് വളരെയേറെ ഒച്ചപ്പാടുണ്ടാക്കി. കാരണം അന്ന് ദാനം നൽകിയതൊരു ദേഷ്യക്കായിരുന്നു. ഇത് ജനം അറിഞ്ഞപ്പോൾ ജനം അദ്ദേഹത്തെ പിന്നോടെ കളിയാക്കിക്കൊണ്ട് പറയുന്നു, ദേഷ്യക്ക് ദാനം നൽകിയ വിചിത്രമായ ധർമ്മിഷ്ഠൻ. അയാൾ ക്ഷമിച്ചും സഹിച്ചും അല്ലാഹുവെ സ്തുതിച്ചു. എന്നിട്ടും അയാളുടെ കണ്ണ് നിർത്തിയില്ല. അയാൾ പിറ്റേന്ന് ദാനം നൽകാനായി പുറത്തിറങ്ങി. ദൗർഭാഗ്യമാണ് ഭാഗ്യമാണെന്ന് അറിയില്ല. അന്ന് അയാൾ കണ്ടത് പണക്കാരനെയായിരുന്നു. അന്നത്തെ ദാനമുള്ള പണക്കാരനെയായിരുന്നു. എന്നാൽ അതുകൂടി ജനം അറിഞ്ഞപ്പോൾ വളരെയേറെ ചുമതലയായി. കാരണം ജനം അയാളെ കുഴക്കാൻ തുടങ്ങി. അയാളെ അസ്വസ്ഥത നിറഞ്ഞു. അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങവേ ജനം ഒന്നിച്ചു നോക്കിക്കൊണ്ടു. അയാൾ കള്ളൻ ഉദ്ദേശിക്കും ദാനം നൽകിയ ഉടൻ പറഞ്ഞ് കളിയാക്കി. എന്നാൽ അയാൾ സർവശക്തനായ അള്ളാഹുവിനോട് മനം നൊന്ത് പ്രാർത്ഥിച്ചു, കള്ളൻ ഉദ്ദേശിക്കും പണക്കാരൻ ദാനം നൽകിയതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എന്നാൽ അള്ളാഹുവേ, നിനക്ക് സർവസ്തുതി. അത് കേട്ടു അന്ന് ഒരാൾ പറഞ്ഞു, കള്ളൻ നാളെ കളവിൽ നിന്നും വേശ്യവൃത്തിയിൽ നിന്നും നാളെ പിന്തിരിഞ്ഞേക്കാം. പണക്കാരൻ അതൊരു പാഠവുമായേക്കാം. കാരണം നാളെ ആ പണക്കാരന് ദാനം നൽകിയേക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് കുറിച്ച്